നിത്യജീവിതത്തിൽ ഭഗവത്ഗീതയുടെ പ്രസക്തിയെക്കുറിച്ച് തിരുവനന്തപുരം കൈമന മാതാമൃതാനന്ദമയി മഠത്തിൽ ഏകദിന ആധ്യാത്മിക ശില്പശാല നടന്നു. ചെങ്കോട്ടുകോണം അദ്വൈതാശ്രമ മഠാധിപതി സ്വാമി ശ്രീ ശക്തി ശാന്താനന്ദ മഹർഷി, യുവരാജ് ഗോകുൽ, ആത്മാനന്ദ് എന്നിവർ പങ്കെടുത്തു. തിരുവനന്തപുരം കൈമനം മാതാ അമൃതാനന്ദമയി മഠത്തിൽ ഗീത നിത്യജീവിതത്തിൽ എന്ന വിഷയത്തിൽ ഗീതായനം 2025 സംഘടിപ്പിച്ചു. സ്വാമി ശ്രീ ശക്തി ശാന്താനന്ദ മഹർഷി, പൊതുപ്രവർത്തകൻ യുവരാജ് ഗോകുൽ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ചർച്ച. ഭഗവത്ഗീത കൂടുതൽ മനസ്സിലാക്കി ഗീതയുടെ സന്ദേശങ്ങൾ നിത്യജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ലളിതമായ മാർഗങ്ങളാണ് ആശ്രമത്തിലെ സ്വാമി ശ്രീ ശക്തി ശാന്താനന്ദ മഹർഷി പകർന്നു നൽകിയത്. ഭഗവത്ഗീത സൂചിപ്പിക്കുന്നത് പ്രധാനമായും 3 കാര്യങ്ങളാണ്. ഒന്ന് കർമ്മയോഗം, പിന്നൊന്ന് ഭക്തിയോഗം, ഇനി ഒന്ന് ജ്ഞാനയോഗം. ഇത്രമാത്രം നമ്മൾ സാമാന്യമായി ആ പുസ്തകത്തെക്കുറിച്ച് പഠിക്കുക. ഭഗവത്ഗീത നിത്യജീവിതത്തിൽ, അതാണ് ഇവിടെ സബ്ജക്റ്റ്. നിങ്ങളുടെ ഉള്ളിലില്ലെങ്കിൽ ഇല്ല എന്നുള്ളതാണ് സത്യം. ഉള്ളിലുള്ളതേ പുറത്തുള്ളൂ, പുറത്തുള്ളതേ ഉള്ളിലുമുള്ളൂ. പുറവും ഉള്ളും എന്ന് പറയുന്നതിൽ അർത്ഥവുമില്ല. യു ആർ എ യൂണിറ്റ് ഓഫ് ദിസ് യൂണിവേഴ്സ്. ഈ പ്രപഞ്ചത്തിലെ ഒരു യൂണിറ്റാണ് നിങ്ങൾ. ഗീത എന്നത് നമ്മുടെ രാഷ്ട്രത്തിന്റെ സംസ്കാരത്തെ പ്രതിഫലിപ്പിക്കുന്ന ഒന്നാണെന്ന് യുവരാജ് ഗോകുൽ അഭിപ്രായപ്പെട്ടു. ഗീത എന്ന് പറയുമ്പോൾ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സംസ്കാരത്തിനെ അതുപോലെ പ്രതിഫലിപ്പിക്കുന്ന ഒന്നാണ്. ശാസ്ത്രം വളരുന്നത് എപ്പോഴും മൂല്യബോധമുള്ള ജനങ്ങൾക്കിടയിലാണ്. മൂല്യബോധമില്ലാത്ത അരാജകവാദികളുടെ സമൂഹത്തിൽ ശാസ്ത്രം വളരില്ല. ബാലപ്രഭാഷകനായ ആത്മാനന്ദിന്റെ പ്രഭാഷണവും ഉണ്ടായിരുന്നു. ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ഐക്യം, ഗുരുശിഷ്യ ബന്ധം ഒരു ഹൃദയലയനം. നമ്മുടെ ഹൃദയങ്ങൾ ചേരുമ്പോഴാണ് നമുക്ക് സത്യത്തിലുള്ള ജ്ഞാനം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓം സഹനാവവതു ചൊല്ലുന്നതിലൂടെ നമുക്ക് ആ തത്വം നമ്മുടെ മനസ്സിൽ വീണ്ടും വീണ്ടും ഉറയ്ക്കാനും പിന്നെ ഗുരു പറയുന്നത് എന്തും അനുസരിച്ച് മുന്നേറാനും സാധിക്കുന്നു. ഭക്തിസാന്ദ്രമായ വചനയും നടന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം.